വശാൽ ഇസ്ലാം നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമായി മാറിയിരിക്കുകയാണ്. കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതം ഇസ്ലാം തന്നെയാണ്. ഇങ്ങനെ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് മീഡിയയാണ്. നമ്മുടെ ഇക്കാലത്തെ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് ഇസ്ലാമിനെതിരെ വ്യക്തമായ അജണ്ടയുണ്ട്. നമുക്കത് അന്തർദേശീയ പത്രങ്ങളിൽ വായിക്കാം, അന്തർദേശീയ മാസികകളിൽ വായിക്കാം, അന്തർദേശീയ റേഡിയോയിലൂടെ കേൾക്കാം, അന്തർദേശീയ ടിവി ചാനലുകളിലൂടെ കാണാം, ഇന്റർനെറ്റിലും കാണാം. ഇവയിലൊക്കെ ഇസ്ലാമിനെതിരെയുള്ള പ്രചാരവേലകളാണ് നടക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്ക് ജിഹാദ് എന്ന വാക്കാണ്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഈ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, മീഡിയയുടെ പ്രചാരവേല കാരണം മുസ്ലിം അല്ലാത്തവരിലും തെറ്റിദ്ധരിക്കപ്പെടുന്നു. മുസ്ലിങ്ങളും അല്ലാത്തവരും ഇക്കാലത്ത് തെറ്റിദ്ധരിക്കുന്നത് മുസ്ലിങ്ങൾ നടത്തുന്ന ഏത് യുദ്ധമായാലും, എന്തു കാരണത്താലായാലും, വ്യക്തിപരമായ കാരണമായാലും, ഒരു പേരിന്റെ പേരിലായാലും, പ്രശസ്തിക്ക് വേണ്ടിയായാലും, അധികാരത്തിനു വേണ്ടിയായാലും, പിറന്ന മണ്ണിനു വേണ്ടിയായാലും, ഇങ്ങനെ മുസ്ലിങ്ങൾ നടത്തുന്ന ഏത് യുദ്ധമായാലും പ്രചരിപ്പിക്കപ്പെടുന്നത് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്നാൽ അത് ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമല്ല. ജിഹാദ് അറബി പദമായ ജഹദയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ അർത്ഥം പരിശ്രമിക്കുക എന്നാണ്, പ്രയത്നിക്കുക എന്നാണ്. ഇസ്ലാമിന്റെ വ്യാഖ്യാനത്തിൽ ജിഹാദിന്റെ അർത്ഥം തന്നിഷ്ടത്തിനെതിരെ പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നൊക്കെയാണ്. ജിഹാദിന്റെ അർത്ഥം സമൂഹ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നാണ്. ജിഹാദിന്റെ അർത്ഥം അക്രമങ്ങൾക്കെതിരെ പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നാണ്. ജിഹാദിന്റെ അർത്ഥം ശത്രുക്കൾക്കെതിരെ പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നാണ്. ഇങ്ങനെ ജിഹാദിന്റെ അർത്ഥം പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നാണ്. ഉദാഹരണത്തിന് വിദ്യാർത്ഥികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർ പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിന് അറബിയിൽ ജിഹാദ് എന്നാണ് പറയുക. ജിഹാദിന്റെ അടിസ്ഥാന അർത്ഥം പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നാണ്. ഇക്കാലത്ത് കിഴക്കൻ രാജ്യക്കാരായ അധിക പേരും ജിഹാദിന് അർത്ഥം നൽകുന്നത് വിശുദ്ധ യുദ്ധമെന്നാണ്. വിശുദ്ധ യുദ്ധത്തെ നമ്മൾ അറബിയിലേക്ക് മാറ്റിയാൽ ഹർബുൻ മുഖദ്ദസ എന്നാണ് പറയുക. എന്നാൽ ഈ ഹർബുൻ മുഖദ്ദസ ഖുർആനിന്റെ രീതിയുമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുമല്ല. ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധ യുദ്ധം എത്തിച്ചേരുന്നത് ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ച കുരിശുസേനയിലേക്കാണ്. കുരിശുസേന ക്രിസ്ത്യാനികളല്ലാത്ത ജനങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ ഉപയോഗിച്ച വിശുദ്ധ യുദ്ധം. നിർഭാഗ്യവശാൽ ഇക്കാലത്ത് മുസ്ലിങ്ങളുടെ പേരിലാണ് ആരോപിക്കപ്പെടുന്നത്. ഖുർആൻ വളരെ വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട്. സൂറത്ത് മാഇദയിൽ അധ്യായം 5 ആയത്ത് 32, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അതൊരു കൊലക്ക് പകരമായല്ലെങ്കിൽ, ഒരു അക്രമത്തിന് പകരമായല്ലെങ്കിൽ, അത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് സമമായിരിക്കും. ഖുർആൻ പറയുന്നു, ഏതെങ്കിലും ഒരു നിരപരാധിയെ കൊന്നാൽ, മുസ്ലിമായാലും ശരി അല്ലെങ്കിലും ശരി, ആ കൊലയാളി മനുഷ്യകുലത്തെ മൊത്തം കൊന്നിരിക്കുകയാണ്. ആ വചനം തുടരുന്നു, ഒരാൾ ഒരു ജീവൻ രക്ഷിച്ചാൽ അത് മുസ്ലിമിന്റെ ജീവനായാലും അല്ലെങ്കിലും മനുഷ്യകുലത്തെ മുഴുവനും രക്ഷിച്ചതിന് തുല്യമാണ്. എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഖുർആനല്ലാത്ത മറ്റൊരു മതഗ്രന്ഥത്തിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഭീകരതയെ ഇത്ര നിശിതമായി വിരോധിക്കുന്ന വചനങ്ങൾ, നിരപരാധികളെ കൊല്ലുന്നത് വിരോധിക്കുന്ന വചനങ്ങൾ. ആ വചനങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു നിരപരാധിയെ കൊന്നാൽ, മുസ്ലിമായാലും ശരി അല്ലെങ്കിലും ശരി, ആ കൊലയാളി മനുഷ്യകുലത്തെ മൊത്തം കൊന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഖുർആനല്ലാത്ത ഒരു ഗ്രന്ഥത്തിലും ഒരു വചനവും ഞാൻ കണ്ടിട്ടില്ല ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കൽപ്പിക്കുന്ന വചനങ്ങൾ. ഖുർആൻ പറയുന്നു, ഏതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മുസ്ലിമിന്റെ ജീവനായാലും ശരി അല്ലെങ്കിലും ശരി, അവൻ മനുഷ്യകുലത്തെ മുഴുവനും രക്ഷിച്ചതുപോലെയാണ്. ഇസ്ലാം എല്ലാ തരത്തിലുള്ള ഭീകരതയും വിരോധിക്കുന്നു. ഇസ്ലാം നിരപരാധികളെ ആക്രമിക്കുന്നത്, കൊല്ലുന്നത് ഏതു ജാതിക്കാരനായാലും, നിറക്കാരനായാലും, കുലക്കാരനായാലും, ഏത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയായാലും, ഏത് പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തിയായാലും, ഇസ്ലാമും ഞാനും ഏതു തരത്തിലുള്ള ഭീകരതയെയും അപലപിക്കുന്നു. അക്കൂട്ടത്തിൽ 9/11, അതായത് സെപ്റ്റംബർ 11, 2001 ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരം തകർന്ന് 1000-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടത്, 7/7 ഞാൻ അപലപിക്കുന്നു. ജൂലൈ മാസം 7, 2005 ലണ്ടനിലെ പൊട്ടിത്തെറി, 50-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു. മുംബൈയിൽ തുടർച്ചയായി നടന്ന പൊട്ടിത്തെറിക്കെതിരെയും ഞാൻ അപലപിക്കുന്നു. ജൂലൈ 11, 2006 180-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഗുജറാത്തിലെ വംശഹത്യ, അതിലും ഞാൻ അപലപിക്കുന്നു. ഗുജറാത്ത് ഇന്ത്യയിലാണ്.
ആ വംശഹത്യയിൽ ആയിരക്കണക്കിന് മുസ്ലിം നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഞാൻ അപലപിക്കുന്നു. നിരപരാധികൾ ഒരിക്കലും കൊല്ലപ്പെടരുത്. അത് മുസ്ലിമായാലും ശരി, അല്ലെങ്കിലും ശരി. ഏതു തരത്തിലുള്ള ഭീകര പ്രവർത്തനമായാലും അതിലൂടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അപലപിക്കപ്പെടേണ്ടതാണ്. ചാവേർ പൊട്ടിത്തെറിയും അപലപിക്കപ്പെടണം. നമുക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതിനിടയിൽ ഒരുത്തൻ കയറി വരുന്നു. അവൻ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ചിട്ടുണ്ട്. ഒന്നുകിൽ മാർക്കറ്റിന്റെ അകത്ത് വെച്ച്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, അതുമല്ലെങ്കിൽ റോഡിൽ വെച്ച്. അവൻ സ്വയം പൊട്ടിത്തെറിക്കുന്നു. അവനോടൊപ്പം നമ്മളിൽ കുറേ നിരപരാധികളുടെ ജീവനും ഹനിക്കപ്പെടുന്നു. ഇത്തരം പ്രവൃത്തികൾ ഒരു മതത്തിലും അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ചും ഇസ്ലാമിൽ. നിരപരാധികളെ കൊന്നൊടുക്കുന്ന ചാവേർ പൊട്ടിത്തെറികൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാം വിരോധിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ ഇസ്ലാം മതത്തെ, ഭീകരതയെ എല്ലാ അർത്ഥത്തിലും വിരോധിക്കുന്ന മതത്തെ, കഴിഞ്ഞ കാലത്ത് എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അപലപിച്ചുകൊണ്ടിരിക്കുന്ന മതത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഭീകരതയുടെ മതമായാണ് മീഡിയകൾ പ്രചരിപ്പിക്കുന്നത്. ഏതൊരു സമുദായത്തിലും ചില കറുത്ത കരങ്ങളുണ്ട്. അതുപോലെ ചില കറുത്ത കരങ്ങൾ മുസ്ലിങ്ങളിലും ഉണ്ടെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ മീഡിയകൾ എന്താണ് ചെയ്യുന്നത്? മീഡിയ മുസ്ലിങ്ങളിലെ കറുത്ത കരങ്ങളെ മാത്രം എടുത്തുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെയും അപവാദം പ്രചരിപ്പിക്കുന്നു. ഇക്കാലത്തെ ഇത്തരം കുതന്ത്രങ്ങളാൽ നമ്മൾ കാണുന്നത് ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇസ്ലാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയാൽ, പ്രവാചകന്റെ തിരുവചനങ്ങൾ മനസ്സിലാക്കിയാൽ, ഇസ്ലാം മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ഒരുപാട് മുന്നോട്ട് കടന്ന് വളരെ നിശിതമായി നിരപരാധികളെ കൊല്ലുന്നത് വിലക്കുന്നുണ്ടെന്ന് കാണാം. മീഡിയയുടെ വൃത്തികെട്ട കുതന്ത്രങ്ങൾ, മുൻവിധിയോടുകൂടിയ പ്രചാരവേലകൾ എനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. 8 മാസങ്ങൾക്ക് മുൻപ് 2010 ജൂൺ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ UK-യിൽ എനിക്ക് ഒരുപാട് വേദികളുണ്ടായിരുന്നു. അവയിൽ ചിലത് ലണ്ടനിലെ വെംബ്ലി അറീന, AG പട്ടണത്തിലെ AG അറീന, ഷെഫീൽഡ് സിറ്റിയിലെ ഷെഫീൽഡ് അറീന, 10,000 മുതൽ 20,000 വരെ ജനങ്ങൾ പങ്കെടുത്ത സദസ്സുകളായിരുന്നു അതൊക്കെ. അവയെക്കുറിച്ച് നല്ല വാർത്തകൾ പ്രചരിച്ചിരുന്നു. മലേഷ്യയിലേക്കുള്ള എന്റെ യാത്രയുടെ 3 ആഴ്ച മുൻപ് ഒരു ലേഖനം സൺഡേ ടൈംസ് എന്ന മുഖ്യധാരാ പത്രത്തിൽ വന്നു. സൺഡേ ടൈംസ് കൊടുത്ത തലക്കെട്ട് മുസ്ലിം മതപ്രഭാഷകനെ ബ്രിട്ടൻ അനുവദിച്ചുവെന്നായിരുന്നു. ആ ലേഖനത്തിൽ എന്റെ സംസാരത്തിന്റെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊടുത്തിരുന്നു. എന്നെ അവർ പരിചയപ്പെടുത്തിയത് മതപ്രഭാഷകനും ഭീകരത പ്രചരിപ്പിക്കുന്ന വ്യക്തിയുമെന്നായിരുന്നു.